തിമിംഗലങ്ങളെ വേട്ടയാടാൻ പാടില്ലെന്നുള്ളതും ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും അത് നിരോധിച്ചിട്ടുള്ളതുമാണ്. എന്നാൽ നോർവേ, ഫിൻലൻഡ്, ജപ്പാൻ പോലുള്ള കുറച്ച് രാജ്യങ്ങളിൽ തിമിംഗല വേട്ട നിയമവിധേയമാണ്. ഇപ്പോഴിതാ നീലത്തിമിംഗലങ്ങളെ വേട്ടയാടാനായി ഒരു അത്യാധുനിക കപ്പൽ പുറത്തിറക്കിയിരിക്കുകയാണ് ജപ്പാൻ. ഹിദേഗി ടൊക്കോറോ എന്ന സംരംഭകന്റെ കീഴിലുള്ള ക്യോഡോ സെൻപാക്കു എന്ന കമ്പനിയാണ് കാങ്കേമാരു എന്ന തിമിംഗല വേട്ട കപ്പൽ ഇറക്കിയിരിക്കുന്നത്. മദർഷിപ്പ് വെയിലിംഗ് എന്നാണ് ഈ കപ്പലിനെ വിശേഷിപ്പിക്കുന്നത്. തിമിംഗലങ്ങളെ വേട്ടയാടുകയും സംസ്കരണത്തിനും ഫ്രീസിംഗിനുമൊക്കെയായി ഉപയോഗിക്കുന്ന ഒരു വലിയ കപ്പലിന്റെ പങ്കിനെയാണ് മദർഷിപ്പ് വെയിൽ എന്ന് സൂചിപ്പിക്കുന്നത്. 8 മാസം നീളുന്ന വേട്ടയാണ് ഈ കപ്പൽ നടത്തുന്നത്. 48 ദശലക്ഷം ഡോളറാണ് കാങ്കേമാരുവിന് വേണ്ടി വന്ന ചെലവും. 370 അടി നീളവും 9300 ടൺ ഭാരവുമുള്ള കപ്പലാണിത്. ഇതിനു മുമ്പും തിമിംഗല വേട്ടയ്ക്കായി ജപ്പാൻ കപ്പലുകൾ പുറത്തിറക്കിയിരുന്നു. മുമ്പുണ്ടായിരുന്ന നിഷിൻ മാരു എന്ന കപ്പൽ 3 പതിറ്റാണ്ടാണ് വേട്ടയ്ക്ക് ഇറങ്ങിയത്. അന്ന് ഒഴുകുന്ന അറവുശാല എന്ന് പരിസ്ഥിതി പ്രവർത്തകർ ഇതിന് പേരിടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇപ്പോൾ ഇറക്കിയിരിക്കുന്ന കാങ്കേമാരു നിഷിൻ മാരുവിനേക്കാൾ കരുത്തുറ്റതാണ്. 85 അടി വരെ നീളമുള്ള തിമിംഗലങ്ങളെ പിടികൂടാൻ കാങ്കേമാരുവിന് സൗകര്യമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ജപ്പാനിലെ തിമിംഗല വേട്ട വ്യവസായം സമീപ വർഷങ്ങളിൽ നിരവധി വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്. 1982 അന്താരാഷ്ട്ര തിമിംഗല വേട്ട കമ്മീഷൻ അഥവാ IWC വാണിജ്യ തിമിംഗല വേട്ടയ്ക്ക് മൊറട്ടോറിയം ഏർപ്പെടുത്തിയതിനെ തുടർന്ന് ഗവേഷണം എന്ന മറവിൽ ജപ്പാൻ തിമിംഗല വേട്ട തുടർന്നു. പിന്നീട് 2014 അന്താരാഷ്ട്ര നീതിന്യായ കോടതി ജപ്പാനോട് തിമിംഗല വേട്ട നിർത്താൻ ഉത്തരവിട്ടു. തൽഫലമായി ജപ്പാൻ 2019 IWCയിൽ നിന്ന് പിന്മാറുകയും അതിന്റെ തീരത്ത് വാണിജ്യാടിസ്ഥാനത്തിലുള്ള തിമിംഗല വേട്ട പുനരാരംഭിക്കുകയും ചെയ്തു. എന്തുകൊണ്ടാണ് ജപ്പാൻ തിമിംഗല വേട്ടയ്ക്ക് ഇത്ര പ്രാധാന്യം കൊടുക്കുന്നതെന്നാണ് ചോദ്യം. കടലിൽ മറ്റു ജീവികളെ വേട്ടയാടുകയും തീറ്റയാക്കുന്നതും വമ്പൻ തിമിംഗലങ്ങളാണ്. അവയെ പഠനാവശ്യത്തിനും ഭക്ഷണത്തിനുമായി വേട്ടയാടുന്നതിൽ തെറ്റില്ലെന്നാണ് ജപ്പാന്റെ വാദം. വൻതോതിൽ നീലത്തിമിംഗലങ്ങൾ മീനുകളെയും മറ്റ് സമുദ്രജീവികളെയും തിന്നൊടുക്കുന്നത് മനുഷ്യന് ഭക്ഷണം കിട്ടാത്ത അവസ്ഥ ഉണ്ടാക്കും. നീലത്തിമിംഗലത്തെ വേട്ടയാടുന്നത് സന്തുലനത്തിനു കൂടിയാണെന്നാണ് ടോക്കിയോയുടെ ന്യായം. ഇതൊക്കെയാണെങ്കിലും ജപ്പാനിൽ നീലത്തിമിംഗല മാംസം ഉപഭോഗം കുറഞ്ഞിരിക്കുകയാണ്. 2ാം ലോക മഹായുദ്ധാനന്തര കാലഘട്ടത്തിൽ ഏറ്റവും നല്ല പ്രോട്ടീൻ സ്രോതസ്സായി തിമിംഗലങ്ങളെ തിരിച്ചറിഞ്ഞപ്പോൾ 1962 വിൽപ്പന ഏകദേശം 2,30,000 മെട്രിക് ടണ്ണായി ഉയർന്നിരുന്നു. അതിനുശേഷം അത് മറ്റു മാംസങ്ങളാൽ മാറ്റിസ്ഥാപിക്കപ്പെട്ടു. ജപ്പാനിലെ ഫിഷറീസ് ഏജൻസിയുടെ കണക്കനുസരിച്ച് സമീപ വർഷങ്ങളിൽ വിതരണം ഏകദേശം 2000 ടണ്ണായി കുറയുകയും ചെയ്തു.